ബൈജു, ഇപ്പോൾ ഡോക്ടർ എൽസി ഉമ്മൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, നമുക്ക് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കേണ്ടി വരുന്നല്ലോ, പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വരുന്നല്ലോ എന്ന വേദനയുണ്ട്. ആ വേദനയോടുകൂടി തന്നെ താങ്കളോട് ചോദിക്കുകയാണ്. 4 മാസമുള്ള കുഞ്ഞിനെ 12 വയസ്സുള്ള ഒരു കുഞ്ഞ് എടുത്ത് കിണറ്റിലെറിഞ്ഞു കൊന്ന് കളഞ്ഞിരിക്കുന്നു എന്ന വലിയ വാർത്ത. ആ പെൺകുട്ടി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഒക്കെ പോലീസ് സംശയിച്ചു. ഒടുവിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ താൻ തന്നെയാണ് അത് ചെയ്തതെന്ന് ആ 12 വയസ്സുകാരി സമ്മതിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ചില ഘട്ടങ്ങളിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുട്ടിയുടെ സംരക്ഷണം അതിന്റെ അച്ഛന്റെ റിലേറ്റീവ്സിനായിരുന്നു. അപ്പോ തന്നോടുള്ള ഒരു സ്നേഹം, ഇഷ്ടം കുറയുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്ത് ഈ ചെറിയ കുട്ടിയെ കൊന്നു കളഞ്ഞതാകാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ സിബ്ലിംഗ് റൈവൽറി എന്നുള്ള ഒരു കണ്ടീഷൻസ് വരാറുണ്ട്. അതായത് ഇളയ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ മൂത്ത കുട്ടിക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മൂത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന സ്നേഹം, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന സ്ഥാനം ഒക്കെയും നഷ്ടപ്പെടും എന്നുള്ള ഒരു നിലയിൽ ഈ ചെറിയ കുട്ടിയോട്, പുതിയതായിട്ട് വന്ന കുട്ടിയോട് ദേഷ്യവും അമർഷവും വൈരാഗ്യവും കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മുടെ മലയാളത്തിലൊരു സിനിമയും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതുമാണ്. അപ്പോൾ ഈ സിബ്ലിംഗ് റൈവൽറി കൂടിക്കഴിഞ്ഞാൽ, അതായത് സഹോദരിയോടോ സഹോദരനോടോ ഉള്ള വൈരാഗ്യം കൂടിക്കഴിഞ്ഞാൽ അവരൊരു എതിരാളിയായിട്ടാണ് കാണുന്നത്, അവരൊരു റൈവലായിട്ടാണ് കാണുന്നത്, തനിക്കെതിരെ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഒരു കൂടപ്പറപ്പായിട്ടോ അല്ലെങ്കിൽ തന്റെ കൂടെ വളർന്നു വരേണ്ട ആളാണെന്നോ എന്നൊന്നും കാണാതെയാണ് അവർ ആ നിലയിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ തനിക്ക് കിട്ടേണ്ട സ്നേഹം അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട സ്ഥാനം മറ്റൊരു കുട്ടിക്ക് പോകുന്നു, അല്ലെങ്കിൽ തനിക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ധാരണയിൽ ഈ പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വന്ന് അവർ ഈ തരത്തിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ അത് ജനിച്ച നാൾ മുതലുള്ള ഒരു സാഹചര്യം, വളർന്നു വന്ന സാഹചര്യം, വീട്ടിലെ അന്തരീക്ഷം, ഈ സഹോദരങ്ങളുടെ മക്കളാണല്ലോ ഇവർ രണ്ടുപേരും. അപ്പോൾ ആ തലത്തിൽ ഉള്ള സാഹചര്യം എന്തായിരുന്നു, ഇതൊക്കെയും നമ്മൾ വളരെയധികം പരിശോധിക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പെരുമാറ്റ പ്രശ്നമായിട്ട് വരാനും അല്ലെങ്കിൽ പക കൂടിക്കൊള്ളുവാനും അതിന് തക്കതായ നിലയിൽ ഈ തരത്തിലൊക്കെയും ചിന്തിക്കാനുമുള്ള ഒരു ക്രിമിനൽ ചിന്താഗതി തന്നെ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ റിസർച്ചൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസ് ഹിസ്റ്ററീസ് ഒരുപാട് തന്നെ ഉള്ളതുമാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ ഇതിന് കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏജ് ഡിഫറൻസ് ഒരു വലിയ കാരണമല്ലേ? കാരണം അടുത്തടുത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം അത് വളരെ കുറവായിരിക്കും. മൂത്ത കുഞ്ഞിന് അത് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാനോ ഒക്കെയുള്ള വളർച്ച ആ സമയത്ത് ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് വലിയ ഘടകമല്ലേ? ഏജ് ഡിഫറൻസ് ഘടകമാകണം തന്നെ ഇല്ല. ഇപ്പൊ അടുത്തടുത്ത് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു റൈവലായിട്ട് കാണാവുള്ളൂ. ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റൈവലായിട്ട് കണ്ടുകൂടാ, അങ്ങനെയൊന്നുമില്ല. ഈ ഏജ് കൂടുന്നതനുസരിച്ച് ബൗദ്ധികമായിട്ടുള്ള ഒരു വളർച്ചയും കൂടുതലാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് മറച്ചു വെക്കുവാനും ഒക്കെയും ഉള്ള ഒരു സാധ്യത ഏറെയാണ്. അപ്പോൾ കൂടുതലും ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെയും ആ ഒരു ക്രിമിനാലിറ്റിയുടെ ചിന്താഗതി വരുന്നതിനുള്ള ഒരു സാധ്യത ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനോ ആ പ്ലാൻ ചെയ്ത പോലെ എക്സിക്യൂട്ട് ചെയ്യാനോ ഉള്ള അത്രമാത്രമുള്ള ഒരു വളർച്ചയോ അല്ലെങ്കിൽ അത്രമാത്രമുള്ള ഒരു കഴിവോ പ്രാഗൽഭ്യമോ ഒന്നും ഉണ്ടാകണമെന്നില്ല. അപ്പോ വളർച്ച കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും അത് അവരെ എടുത്തിരിക്കുന്ന അതായത് എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ കൊല്ലാൻ ഉപയോഗിക്കുന്ന മാർഗമൊക്കെയും അത് തീർച്ചയായിട്ടും അത് ലീതാലിറ്റി കൂടുതലുള്ളതായിരിക്കും. ആ തരത്തിൽ അവർ ചിന്തിക്കാനും സാധ്യതയുള്ളൂ. ഒരു കാര്യം കൂടി ഡോക്ടർ എൽസി ഉമ്മൻ, ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരെ നമ്മുടെ ഈ വീടുകളിലെ അന്തരീക്ഷം, അത് താങ്കൾ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെപ്പോഴും കാണുന്നതാണ്, ഒരു ചെറിയ കുഞ്ഞ് കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ എടുത്തു വെച്ച് കൊഞ്ചിക്കുമ്പോൾ നമ്മുടെ മകനോ മകളോ ഒക്കെ അല്ലെങ്കിൽ അവരെ കാണിച്ചുകൊണ്ട് ഇവർക്ക് ഉമ്മ കൊടുക്കുക, ഇവരെ കൊഞ്ചിക്കുക, അപ്പൊ അവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവരെ കൊഞ്ചിക്കുമ്പോൾ എന്ന് നമ്മൾ തന്നെ പറയുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ മിക്ക കുടുംബത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിന് വഴിവെക്കുമോ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തണ്ടേ? ഒരു ബോധവൽക്കരണം മാതാപിതാക്കൾക്ക് കൂടി വേണ്ടേ? തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ എല്ലാ വീടുകളിലും ഏറെ അല്ലെങ്കിൽ കുറയുന്ന തോതിൽ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ സ്വന്തം കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ഒരു പക്ഷേ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും ആ സ്നേഹം കാണിക്കാനോ സ്നേഹ വായ്പകൾ ചൊരിയാനോ ഒക്കെ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ കുട്ടി തന്റെ സംരക്ഷണയിൽ വളരുമ്പോൾ
സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ ആ കെയർ ആ തരത്തിൽ ഉണ്ടോ എന്നും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതോ അത് ഏതെങ്കിലും അർത്ഥത്തിൽ അത് കുറഞ്ഞു പോയി കാണാനുള്ളൊരു സാധ്യതയുണ്ടോ, അതൊരു പക്ഷേ ഈ കുട്ടിക്ക് അതൊരു ത്രെറ്റായിട്ട്, ഒരു അപകടമായിട്ട്, അല്ലെങ്കിൽ തനിക്കിത് വീണ്ടും ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ തന്റെ ഒരു ജീവിതത്തിന് തനിക്ക് മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് തടസ്സമായിട്ട് നിൽക്കും എന്നുള്ള ഒരു തരത്തിൽ തോന്നിക്കത്തക്ക വിധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ പെരുമാറ്റമോ വല്ലതും ഈ പറഞ്ഞതുപോലെ ഇവരുടെ അടുത്തു നിന്നും ഈ കുട്ടിയുടെ നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നും അറിയത്തില്ല. എന്താണ് നമുക്ക് ഇതിനകത്തിലെ ഒരു പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് വീണ്ടും അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും ഞാനത് അടുത്തറിഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഈ സഹോദരങ്ങൾ തമ്മിലോ സഹോദരിമാർ തമ്മിലോ ഒക്കെയും ആ ഒരു റൈവൽറി നിലനിന്ന് പോകുന്നത്. അത് എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ്, എത്ര വർഷം കഴിഞ്ഞാലും എന്നെക്കാട്ടിലും കൂടുതൽ സ്നേഹം മറ്റവരോടാണെന്നുള്ളൊരു തോന്നല്, ഇതൊക്കെയും ഉണ്ടാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം അവരുടെ പെരുമാറ്റത്തിൽ നിന്നും വരുന്ന ഒരു വ്യതിയാനം കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു നല്ലൊരു ശതമാനം വീടുകളിലും ഇത്തരം പ്രതിഭാസം പണ്ട് മുതൽക്കേ ഉള്ളതാണ്. അപ്പൊ ആ തരത്തിൽ കുട്ടികൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കരണീയം. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾ അത് പ്രത്യേകം കരുതലോടെ വേണം, പ്രത്യേകിച്ചും മറ്റൊരു കുഞ്ഞു വീട്ടിൽ ഉണ്ടാകുമ്പോൾ കരുതലോടെ വേണം മൂത്ത കുട്ടിയോട് പെരുമാറുവാനും. അല്ലെങ്കിൽ ഇളയ കുട്ടി, ഇപ്പോൾ എല്ലായ്പ്പോഴും മൂത്ത കുട്ടി തന്നെ ആവണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ഇളയ കുട്ടിക്ക് ഒരു സ്ഥാനം കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ മൂത്ത കുട്ടി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ആദ്യത്തെ കൺമണി ഏറ്റവും വളരെ വാത്സല്യപൂർവ്വമായിട്ട് നോക്കും. രണ്ടാമത്തേത് ഒരു പക്ഷെ അവർ പ്രതീക്ഷിച്ച ജെൻഡർ ആകണമെന്നില്ല. ഒരുപക്ഷെ മൂത്തത് പെൺകുട്ടിയാകുമ്പോൾ രണ്ടാമത്തെ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്നു, രണ്ടാമത്തതും പെൺകുട്ടിയാണെങ്കിൽ അറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളോട് ഇപ്പോഴും അവജ്ഞ ഉള്ള ഒരു രീതിയുണ്ട്. അങ്ങനെ ആകുമ്പോൾ അയാളെ കുട്ടി ഉദ്ദേശിച്ച ജെൻഡർ ആകണമെന്നില്ല, തിരിച്ചും വരാം. ഇപ്പൊ ആദ്യം ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പെൺകുട്ടി വന്നു, രണ്ടാമതൊരു ആൺകുട്ടി വരുമ്പോൾ അവർക്ക് പ്രതീക്ഷിച്ച ജെൻഡറിനെ കിട്ടുമ്പോൾ ഈ തരത്തിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ലാറ്ററലൈസേഷൻ അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി, പന്തിപക്ഷം, ഇതൊക്കെയും ഭൂമി ഉണ്ടായ കാലം മുതലേ നമ്മുടെ മനുഷ്യ ജീവിതങ്ങളിൽ കണ്ടുവരുന്നതാണ്. അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു പാരമ്പര്യം തന്നെയാണ്. അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ കുട്ടികളെയും സമന്മാരായി ഒരേ തലത്തിൽ കാണാനുള്ള ഒരു മാനസികാവസ്ഥ മാതാപിതാക്കൾക്ക് ഇനിയും ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് അതൊരു അക്രമമായിട്ട് മാറത്തില്ല, ആ ഒരു പകയോ വിധിവേഷമോ സ്നേഹക്കുറവോ ആയിട്ട് അത് അങ്ങനെ അങ്ങ് മാറും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടികൾ പൊതുവെ അക്രമകാരികളാവുകയാണ്. ക്രിമിനൽ വാസന പൊതുവെ പണ്ട് കാലങ്ങളെക്കാട്ടുള്ള അപേക്ഷിച്ച് കൂടുതലാണ്. പെരുമാറ്റ പ്രശ്നങ്ങൾ കുട്ടികൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ക്രൈമിലേക്ക് പോകാനുള്ള സാധ്യത പണ്ട് കാലത്തെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലുമാണ്. ശരി, വളരെയധികം നന്ദി. ഡോക്ടർ എൽസി ഉമ്മനാണ് നമ്മളോട് സംസാരിച്ചത്.